അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമ വിടാമുയർച്ചി റിലീസായിരിക്കുകയാണ്. അപ്പൊ മകിൽ തിരുമേനി ഡയറക്ട് ചെയ്ത ഈ സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ്. പല സ്ഥലത്ത് അതിന്റെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സിനോപ്സിസ് എന്ന് പറയുന്നത് ഒരു യാത്രക്കിടയിൽ ഭാര്യ മിസ്സാവുന്നത്, പിന്നെ ഒരു ഹസ്ബൻഡും അത് അന്വേഷിച്ച് പോകുന്ന ഹസ്ബൻഡും ഈ ഒരു റോഡ് മൂവി വൈബിലാണ് ഈ സിനിമ മൊത്തം കഥ പറഞ്ഞു പോകുന്നത് എന്നാണ് അതിന്റെ ഒരു മേക്കേഴ്സ് പുറത്തുവിട്ട ഒരു നമുക്ക് കിട്ടിയ ഒരു ഹിന്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതാണ് ഈ പടത്തിന്റെ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. കാരണം ഫ്രഷ് ടെറൈൻ ആണ്, തമിഴ് ടെറൈൻ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ അസർബൈജാനിലെ ഒരു ലോങ് ആയിട്ടുള്ള റോഡ്, അതായത് അറ്റമില്ലാത്ത റോഡ് എന്ന രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് ഗംഭീരമായിട്ട് ഷൂട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രംഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആ റോഡ് മൂവി വൈബ് അടിപൊളിയാണ്. പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാം. അതായത് അസർബൈജാൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ടെറൈനിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കട്ടായിട്ട് ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ കുറെ രംഗങ്ങൾ അത് ഒരുപാട് ഒതന്റിക് ആയിട്ട് ഫീൽ ചെയ്തു ആ നാട്ടിലുള്ളത്. പക്ഷെ അതുപോലെ തന്നെ അത് അണ്ടർസ്റ്റാൻഡിങ്ങിന് കുറച്ച് ലോങ് ഡയലോഗ് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടും തോന്നി. അപ്പൊ ഈ ഒരു റോഡ് മൂവി, അതായത് വേറൊരു ടെറൈനിൽ നടക്കുന്ന കഥ എന്നുള്ള ഫ്രഷ്നെസ് എന്തായാലും മകിൽ തിരുമേനിയുടെ ഡയറക്ഷനിൽ അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ലീഡ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് അത്യാവശ്യം കഥയ്ക്ക് ചേരുന്ന രീതിയിൽ തന്നെയായിരുന്നു. അതിപ്പോ അജിത്ത്, തൃഷ, അർജുൻ സർജ, റെജീന എല്ലാവരും നന്നായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ BGM യൂഷ്വൽ നമ്മൾ അനിരുദ്ധിന്റെ എല്ലാത്തിലും പറയുന്ന ആ ഒരു പാട്ടേരിയും പരിപാടി അല്ലാതെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒരു യൂറോപ്യൻ വൈബൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ഒരു ഹീറോയിക് സീനുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു എലിവേഷൻ കൊടുക്കാനുള്ള രീതിയിലും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അനിരുദ്ധും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ പടത്തിന്റെ ഒരു വൈബ് ഈ ഒരു പ്രത്യേക ടെറൈനിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന്റെ ഇടയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഇങ്ങനത്തുള്ള എക്സ്റ്റെൻസീവ് ആയുള്ള ആക്ഷൻ ഷോട്ടുകൾ പ്രതീക്ഷിച്ചവർക്ക് ആ സംഭവം ഇതിനകത്ത് ഉണ്ടാവില്ല. കാരണം എക്സ്റ്റെൻസീവ് ആക്ഷൻ ഷോട്ടുകൾ ഒരുപാട് സിനിമയിൽ മാസിന് വേണ്ടിയുള്ള ഒരുപാട് സീനുകളൊന്നുമില്ല. പക്ഷെ ആ പടത്തിൽ അതിനുള്ള സ്കോപ്പ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഗ്രാൻഡ് സ്കെയിലിൽ ആക്ഷൻ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ഹോൾഡ് ബാക്ക് പോലെ അങ്ങനത്തെ സീനുകൾ ഉണ്ടാക്കുന്നതിൽ ഡയറക്ടർ എന്തോ ഹോൾഡ് ബാക്ക് ചെയ്ത പോലെ തോന്നി. കഥ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച്, പിന്നെ കഥ എനിക്ക് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ബാക്ക് എന്ന രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചതാവാം. എന്നിരുന്നാലും ഒരു അജിത്തിന്റെ ഒരു മാസ് അപ്പീലിന് ചേരുന്ന ഒരു റോളാണോ എന്ന് ചോദിച്ചാൽ ഒരു ക്ലാസ് ലുക്ക് ഒക്കെ ആയിരുന്നു, ആക്ടിങ്ങും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ഔട്ട് മാസ് പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ആ ഒരു ഇമ്പാക്ട് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്നാമത് അർജുൻ സർജയും ഇത് വരുമ്പോൾ നമ്മുടെ അജിത്തും വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു മങ്കാത്ത ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയില്ല. പടത്തിന് നെഗറ്റീവായിട്ട് തോന്നിയതും ഇത് തന്നെയാണ്. പിന്നെ ഈ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ പടത്തിന് ഈ കഥയുടെ മോട്ടീവ് എന്താണ്, ഈ ഒരു സിറ്റുവേഷന്റെ മോട്ടീവ് എന്താണെന്നുള്ള ഒരുപാട് ലോജിക്കൽ പ്രശ്നങ്ങളും സിനിമയിൽ തോന്നിയിട്ടുണ്ട്. അതിന് കൂടുതൽ നമ്മൾ ആ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് സ്പോയിലർ ആയി പോകും. വില്ലന്മാര് ചെയ്യുന്ന ഒരു സംഭവം, വില്ലന്മാരുടെ ഗ്യാങ് ചെയ്യുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ ലോജിക്കലി എത്രത്തോളം അത് നമുക്ക് അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ അതൊരു കണക്ട് ആവാത്ത പോലത്തെ ഫീൽ തോന്നി. അതുപോലെ തന്നെ എഡിറ്റിങ്ങിലും ചില സീനുകൾ പാസ്റ്റും പ്രസന്റും കാണിക്കുന്ന രീതികൾ അത് കഥാഖ്യാന രീതിയിൽ അങ്ങനെ വരുന്നത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ അതിൽ തന്നെ ഒന്നിലധികം ലുക്കുകൾ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ എഡിറ്റിംഗ് പാറ്റേണിലും ഒരു ലോജിക്കൽ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഈ ഒരു ആക്ഷൻ മൂവി ആ ഇൻട്രിഗ്യൂവിങ് നിലനിർത്തുന്നതിന് വളരെ സ്ലോ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. കൂടുതൽ ഡയലോഗ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമ കൂടി ആയതുകൊണ്ട് ആ ഡയലോഗ് ഒരു അന്യ ടെറൈനിൽ നടക്കുന്ന, ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ ആ ലാംഗ്വേജ് അത് ഒന്നുകൂടെ എനിക്കറിയില്ല. ഇപ്പൊ തമിഴ്നാട് അത് കൂടുതൽ കണക്ട് ആവായിരിക്കും. ഇവിടെ കേരളത്തിൽ കാണുമ്പോൾ അത് തമിഴ് മനസ്സിലാവുന്നില്ല എന്നുള്ളവർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. കാരണം അവരതിന്റെ സബ് ടൈറ്റിൽ കാണിച്ചിരിക്കുന്നത് തമിഴിലാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായി. കാരണം ലാംഗ്വേജ് ഒരു ഫോറിൻ ലാംഗ്വേജ് സബ് ടൈറ്റിൽ ചെയ്തു. പിന്നെ അത്തരത്തിലുള്ള സീനുകളാണ് സിനിമയെ കുറച്ചുകൂടെ നമുക്ക് ഒരു ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞ ഒരു ലാഗ് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിങ് സൈഡൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല അജിത്തിന്. പക്ഷെ എന്തോ നമ്മൾ ഒരു ആക്ഷൻ അങ്ങനെ ഒരു സംഭവം സിനിമയിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ പല രംഗങ്ങൾ അജിത്ത് ഇതിലും നന്നായി ചെയ്യുന്നതാണ്, ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ രംഗങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അത്രയും ലെവൽ ആയതുകൊണ്ടാണ്. കൂടുതൽ റേസിംഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആക്ടിങ്ങിന് ഒരു ഡിറ്റാച്ച്മെന്റ് വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന രംഗങ്ങളുണ്ടായി. പിന്നെ പുള്ളിയുടെ ആ റേസിംഗ്
കാറിനുള്ള കൈയടക്കവും സംഭവങ്ങളൊക്കെ വെളിവാക്കുന്ന ഒരു സീനുകൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. അതിനകത്ത് തന്നെ കാറിനകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ ബ്ലോക്കും തിയേറ്ററിൽ നല്ല ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോങ്സ് ഒക്കെ അങ്ങനെ വളരെ ക്യാച്ചി ആയിട്ട് ആ സിറ്റുവേഷൻ ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ ക്യാച്ചി ആയിട്ടുള്ള സോങ്സ് എടുത്തു പറയാനില്ല. തീം സോങ് വളരെ നന്നായിട്ട് വന്നിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാണ്ടിങ് ഫീൽ, അതായത് കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു 50-50 രീതിയിലാണ്. ഇതിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് നമ്മള് പൊലിപ്പിച്ചെടുക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ അവര് ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേയിൽ പരമാവധി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എന്നാൽ അതിലും ലോജിക്കൽ ഇഷ്യൂസും കടന്നുകൂടിയുണ്ട്. അപ്പോ അങ്ങനെയാണ് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന പടം, പക്ഷെ എവിടെയോ ഒരു ഹോൾഡ് ബാക്ക് ചെയ്ത പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. ഇപ്പൊ കണ്ടവരുടെ അഭിപ്രായം പറയാം. അർജുൻ സർജ, അതുപോലെ തന്നെ റെഗീന, അവരുടെ ബാക്ക് സ്റ്റോറി കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയി, കുറച്ചുകൂടി ഉണ്ടെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കുറച്ചുകൂടെ കുറെ രസകരമായിട്ട് തോന്നി അവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ. എന്നാലും അവിടെയും ഒരു മോട്ടീവ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ മൊത്തത്തിൽ ഇവരുടെ ഈ തീം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റോഡ് മൂവി, ഒരു ഹോളിവുഡ് ടച്ചുള്ള മൂവി എന്നുള്ള ഫീലില് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷെ നമ്മള് വി വിൽ എൻഡ് അപ്പ് വാണ്ടിങ് ഫോർ മോർ, കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് വിടാമുയർച്ചി. അപ്പൊ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുമല്ലോ.